ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടക്കില്ല. കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് നടപ്പാക്കണമെങ്കിൽ 1, 2, 3, 4, 5, 8, 10, 12 വർഷമൊന്നും പോരാ. ഞാൻ പല വക്കീൽമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് അസാധാരണങ്ങളെ അസാധാരണമൊന്നുമല്ല, അത് ഹൈക്കോടതിയിൽ പോയാൽ ജീവപര്യന്തമാകും. ഏതായാലും മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, ഗ്രീഷ്മയെ തൊടാനാവില്ല. ഒരാളെ നമ്മൾ ശിക്ഷിക്കുന്നു, ആ ശിക്ഷ അയാൾ കേൾക്കണമെങ്കിൽ, ആ ശിക്ഷയുടെ സങ്കടം അയാളെ ഭരിക്കണമെങ്കിൽ, ആ ശിക്ഷയിൽ ഉളവാകുന്ന ചില കാര്യങ്ങൾ അയാളുടെ മനസ്സിലൊരു കലക്കലുണ്ടാക്കണം. അതല്ലാത്ത പക്ഷം ആ ശിക്ഷ അയാളുടെ തലയുടെ മേലെ കൂടെ പറന്നു പോകും. അതുണ്ടാകുക. ഇവിടെ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ കുട്ടി എവിടേക്ക് തൊട്ടതൊക്കെ പൊന്നാക്കിയിട്ടുണ്ട്. പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, നൃത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാത്തിലും വലിയൊരു കരിയർ സൃഷ്ടിക്കാൻ ആ കുട്ടി ആഗ്രഹിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു പ്രണയം അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ആളെയും തരവും നോക്കാത്ത പ്രണയങ്ങൾ പലയിടത്തും ഉണ്ടാകും. അതുപോലൊരു പ്രണയം ഉണ്ടായി. ഈ പ്രണയത്തിനൊരു മനോഹാരിത ഉണ്ടാകണമെങ്കിൽ അന്യോന്യം അംഗീകരിക്കണം. എനിക്കറിയാവുന്ന ഒരു ജില്ലാ കളക്ടർ, അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ജില്ലാ കളക്ടർ IAS കാരിയായി, പെരിന്തൽമണ്ണ സ്വദേശിനിയാണ്. ആ കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനുമായിട്ട് പ്രേമമായി. ആ പയ്യൻ പിന്നീട് കോളേജിൽ പഠനമൊന്നും കാര്യമായിട്ട് നടത്തിയില്ല, ദുബായിൽ പോയി. ഈ കുട്ടി പഠിച്ച് IAS ആയിട്ട് കളക്ടറായി, ഡെപ്യൂട്ടി കളക്ടറായിട്ട് മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, പിന്നെ പലയിടത്തും എത്തി. ഈ പയ്യൻ തിരിച്ചു വന്ന സമയത്ത് ഈ കുട്ടിയുടെ ഈ പ്രേമം അറിയാവുന്ന വീട്ടുകാരെല്ലാം കൂടി വിവാഹത്തിന് മുൻപിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, പയ്യൻ പറഞ്ഞത് ഒരിക്കലും നടക്കില്ല. കാരണം ആ കുട്ടി ഇപ്പം എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത്. പ്രണയവും പ്രേമവും ഒക്കെ നമുക്ക് അതിൻ്റെ പേരിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ലോഡ്ജിൽ കൊണ്ടുപോയി പിടിക്കലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒരു പരിക്കും ഏൽപ്പിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയോട് വലിയ രൂപത്തിലുള്ള സ്നേഹമുണ്ട്, പ്രേമമുണ്ട്. ആയതുകൊണ്ട് ഞാൻ എന്ത് പറയണമെന്നറിയോ, ആ കുട്ടിയുടെ കരിയറിന്, ആ കുട്ടിയുടെ തലപ്പൊക്കമുള്ള ഒരാളെ കൊണ്ട് പോകാൻ കഴിപ്പിക്കൂ. ഒരു കാരണവശാലും ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടി പോലും കരഞ്ഞപേക്ഷിച്ചു. പറഞ്ഞു ഇന്ന് നമുക്കത് തോന്നും, പക്ഷെ നാളെ നമുക്ക് തോന്നില്ല. നീ നല്ലൊരു കുട്ടിയാവണം, നല്ല രീതിയിൽ വളരണം. ഇതാണ് പ്രേമം, ഇതാണ് പ്രണയം. ഈ ഒരു കാര്യത്തിൽ ഞാൻ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വയം ഒഴിഞ്ഞു പോകുന്ന, എന്തിനറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് മഞ്ജു വാര്യർ. ആ പെൺകുട്ടി ശ്രീമതി മഞ്ജു വാര്യരും ഇദ്ദേഹം നമ്മളുടെ അയാളുടെ പേരെന്താണ്, ദിലീപും. അവർ തമ്മിൽ പ്രണയമായിരുന്നു, പ്രേമമായിരുന്നു, സ്നേഹമായിരുന്നു, എല്ലാം തമ്മിലുള്ള ബന്ധം എന്താ എനിക്കറിയില്ല. അവർ വിവാഹം കഴിച്ചു, ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടം, പക്ഷെ എല്ലാവരും അംഗീകരിച്ചു. രണ്ടുപേർക്കും വലിയ കരിയറിൽ നിൽക്കല്ലേ, അംഗീകരിച്ചു. അവർ വേർപിരിയണം, കാരണം അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ് നടക്കാൻ പറ്റുന്നില്ല. മഞ്ജു വാര്യരെ പോലെ ഒരു ഉന്നത കലാകാരി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാൻ ആ കുട്ടിക്കും പറ്റില്ല. പക്ഷെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഒരുമിച്ച് സിങ്കർണൈസേഷൻ നടത്താൻ പറ്റാതെ വന്നപ്പോൾ എന്നാൽ നമുക്ക് വേർപിരിയാം. അവർ വേർപിരിഞ്ഞു. വല്ല പ്രശ്നമുണ്ടായോ? രണ്ടുപേരുടെയും ആഗ്രഹമാണ്, തമ്മിൽ തല്ലിയിട്ടല്ല. എനിക്ക് എൻ്റെ വഴിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയുണ്ട്, അതുകൊണ്ട് നമുക്ക് വേർപിരിയാം. അതല്ലെങ്കിൽ എന്തുണ്ടാകുന്നു, ഈ മറ്റേ എന്തായാലും പറയാം, കാല് കെട്ടിയിട്ട് ഓട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചാക്കിൽ ഓട്ടം എന്തോ പറയും, കുട്ടി കെട്ടിയിട്ട് ഓട്ടം. രണ്ടുപേർക്കും ഓടാൻ പറ്റില്ല, രണ്ടുപേർക്ക് ലോകങ്ങൾ കീഴടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്ക് അറിയാമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അവർ വേർപിരിഞ്ഞു. ഇന്നും അദ്ദേഹത്തിൻ്റെ പടം വരുമ്പോൾ ഈ കുട്ടി പോയി കാണുന്നു. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും വന്ന് കാണുന്നു. അതാണ് പ്രേമം, അതാണ് പ്രണയം, അതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം. അപ്പം ഇതൊന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ
ഒരു തരം മറ്റേ നീരാളിപ്പിടുത്തം പോലെ പിടിച്ച സമയത്ത് ഈ കുട്ടിക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടായിരുന്നു. പോലീസുകാരിൽ പോയി പറഞ്ഞാൽ മതി. പക്ഷെ അന്ന് ഈ കുട്ടി 20-21 വയസ്സേ ഉള്ളൂ. അതിനൊരു ബോധം ഉണ്ടായില്ല. ചെയ്തു വെച്ചത് മുഴുവൻ അപകടങ്ങളായി മാറി. അത് ആ കുട്ടിയുടെ സ്വയം കൃതാനർത്ഥം ഇപ്പം അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ തൂക്കിയാലും വിധിച്ചു, തൂക്കിക്കൊന്നോ? മറ്റേ നിയമം എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ കോടതി നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? നിങ്ങൾ കേസുമായിട്ട് ഒരിക്കലും നിങ്ങളൊരു കാര്യം ചെയ്യേ, വഴിക്കൂടെ പോണ ഒരാളെ പിടിച്ച് മൂക്കത്ത് കണ്ടു വെച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഈസിയാണ് കോടതിയിൽ പോകാൻ. അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, വാദിയുടെ ഒപ്പമല്ല ഗവൺമെൻറ് നിൽക്കുക, കോടതി നിൽക്കുക. പ്രതിയോട് ചോദിക്കും, നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ പ്രതിയുടെ കാര്യം സുഖമായി, നിൽക്കുക വേണ്ടു. മറ്റയാളുടെയാണ് ഇട്ട് പൊരിക്കുക, ഇട്ട് അരയ്ക്കുക, അമ്മിയിലിട്ട് ഇടിക്കുക, ദോശ ചൂടുക അയാളെയായിരിക്കും മാവാക്കി മാറ്റിയിട്ട്. പ്രതി കുറ്റം ചെയ്തു നിങ്ങൾ തെളിയിക്ക്. ഇതാണ് കോടതിയുടെ നിലപാട്. പ്രതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അയാൾ കുറ്റം ചെയ്തു എനിക്കറിയില്ല, അയാൾ കുറ്റം ചെയ്തു നിങ്ങൾ പറയുന്നത്, നിങ്ങൾ തെളിയിക്ക്, ഇതാണ് പറയുന്നത്. അതാണ് കോടതിയുടെ സ്വരൂപം. അയാളുടെ പ്രതിയാണെന്നും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അയാളെ പിടിച്ച് 2 ഇടി വെച്ച് കൊടുക്കുക. അങ്ങനെ നിയമം പുറപ്പെടുവിക്കുന്നില്ല. പണ്ട് സുൽത്താൻ്റെ ഫോമാനിൽ പറയേണ്ട ആദ്യം പോയി കേസ് കൊടുക്കുന്നവരാണ് അത്ര വാദി, പിന്നാലെ പോകുന്ന പ്രതിയാണെന്ന്. അതൊന്നുമല്ല ഇവിടുത്തെ സ്ഥിതി. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഈ ഗ്രീഷ്മ കുട്ടി, ആ കുട്ടിയെ കളിയാക്കുന്നുണ്ട്. എന്താണ് കളിയാക്കുന്നത്? കഷായം ഗ്രീഷ്മ. മറ്റവനെന്താ പറയുന്നത്? പ്രേമരോഗി എന്നോ അവനെ വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും വധശിക്ഷ വിധിച്ചു സംഭവത്തിൽ. അതിലിപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ രാഹുൽ ഈശ്വർ, ഒരാവശ്യമില്ലാതെ രാഹുൽ ഈശ്വർ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ, അവർ അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ കട്ടൗട്ടർ, രജനീകാന്ത് അല്ലേ മറ്റേ മൈസൂരേട്ട്, കട്ടൗട്ടറൊക്കെ ഉയർത്തിയിട്ട് അതിൻ്റെ മേലെ പാലഭിഷേകം, പിന്നാലെ ചാണകേറ് വരും. അത് വേറെ കാര്യം. ഏതായാലും അത് ഈ വിധി പ്രസ്താവിച്ചത് MM ബഷീർ എന്ന ഒരാളാണ്. അങ്ങനെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ തീരുമാനിച്ച്. അതൊക്കെ ചീപ്പർ ദാൻ ചീപ്പസ്റ്റ് പരിപാടിയായി. ഈ രാഹുൽ ഈശ്വർ ചെയ്യരുത്. എനിക്കിപ്പോഴും അദ്ദേഹത്തോടൊരു പ്രത്യേക സ്നേഹം. കാരണം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമുള്ള മുഖം, വിദ്യാഭ്യാസം, പിന്നെ ഇംഗ്ലീഷ് പറയാസലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ വലിയ ആളാവും. വെറുതെ ഒന്നും പറ്റില്ലല്ലോ. കേരളത്തിൽ ജീവിച്ച് ഇങ്ങനെ ഇംഗ്ലീഷുകാർ വെള്ളം പോലെ ഇംഗ്ലീഷ് പറയാമെന്ന് വെച്ചാൽ അപ്പം അങ്ങനെ ഒരു കരിയറുണ്ട്. പക്ഷെ അങ്ങനെ വേറെ കുറേ അലവലാദികളായിട്ട് ചേർന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. ശരിയല്ല അങ്ങനെ ചെയ്തത്. അപ്പം അതെന്തോ ആകട്ടെ. അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ തടഞ്ഞു, ആ കാര്യങ്ങളെയും തടഞ്ഞു. കമൽ പാഷ, ജസ്റ്റിസ് കമൽ പാഷ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ നിയമ സംഭവമുള്ള കാര്യങ്ങൾ പറഞ്ഞോട് കൂടിയിട്ട് അങ്ങേർക്കെതിരെ ചാണകം എറിയാൻ പരിപാടി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കാൻ. അങ്ങനെ ഏതായാലും ഇത് പോലീസ് പിടിച്ചെടുത്തു. ആ ഒരു കാര്യം വേറെ, അതവിടെ അവസാനിച്ചു, അത്രമാത്രം. ഏതായാലും ഈ കുട്ടിയെ വധശിക്ഷ വിധിച്ചത്, അതിൻ്റെ പേരിൽ വധശിക്ഷ ശരിയാണോ വധശിക്ഷ ശരിയല്ലേ, ആ ഡിബേറ്റ് പോലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി വധശിക്ഷ ഇപ്പോഴത്തെ രീതിയിൽ വധശിക്ഷ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ഗ്രീഷ്മ കഴിഞ്ഞ കുട്ടിയുടെ ജീവിതം ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയുണ്ട് കടമ്പകൾ, ഒരുപാട് കടമ്പകൾ. ഒരു 25 വർഷം കൂടി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച്, അതിൻ്റെ ഇടയിലൊന്നല്ല, ഹൈക്കോടതിയിൽ വെച്ച് തന്നെ ഈ കുട്ടിയുടെ, കാരണം അസാധാരണമെങ്കിൽ അസാധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ, യാതൊരു പരിചയമില്ലാത്ത ഒരാൾ, ഇപ്പുറത്തൊരാൾ, ഒരു പെണ്ണ്, ഒരാണ് വന്ന് ആ കുട്ടിയുടെ ആഭരണങ്ങളൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്ന് അതിനെ പെട്രോൾ ഒഴിച്ച് ഇങ്ങനെയൊക്കെയും ചെയ്യുമ്പോൾ അസാധാരണമാണ് ഏകദേശം. അയാൾക്ക് ഈ പെൺകുട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, അയാൾ നാടനെ കണ്ടിട്ടില്ല. സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ട്, കാമസമ്പൂർത്തിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ജീവിതം കളയുന്നു. അത് വളരെ പ്രാകൃതമായിട്ട്. ഇതിനൊക്കെ അസാധാരണം എന്ന് പറയുക. പ്രേമിക്കുന്ന സമയത്ത് അയാളുടെ ഭാഗത്തുനിന്ന് ചില പിടിമുറുക്കങ്ങൾ, ഇവരായിരുന്ന ആ പിടിമുറുക്കം അടച്ചതിന് അകന്നു പോകാനുള്ള ശ്രമങ്ങൾ വേറെ. അപ്പോൾ അവർ തമ്മിൽ ബന്ധങ്ങളുണ്ട്. ആയതുകൊണ്ട് തന്നെ അത് സംഭവിക്കും. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, അവളെ എന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ തലയ്ക്ക് വലിയൊരു കല്ലെടുത്ത് ഇടിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ വിസ കിട്ടിപ്പോയി ആ പെണ്ണിനെ ഉപേക്ഷിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവൾ ചിലപ്പോൾ നമ്മളുടെ അവിടെ ഇവിടെ കുന്തം കയറ്റിന്ന് വരും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ പുറകിൽ വൈരാഗ്യം എന്ന് പറയുന്ന ഒരു ത്രെഡ് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ അസാധാരണമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ വധശിക്ഷ പറ്റില്ല. അപ്പോൾ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ആ കാര്യം അവിടെ തീർന്നു കിട്ടും. ഇനി വധശിക്ഷ തന്നെയാണെന്നിരിക്കട്ടെ. എന്താണ് അതിൻ്റെ പ്രൊസീജിയർ?
ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കുറ്റവാളിയെ ഉടനെ തന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ പട്ടക്കുളങ്ങരയിലാണ് ആ കുട്ടിയുള്ളത്, വനിതാ ജയിലിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടോ, അപ്പീൽ കൊടുക്കുന്നുണ്ടോ? എനിക്ക് അതിനുള്ള പൈസയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് അപ്പീൽ കൊടുക്കും. അതിനാണ് ജയിൽ അപ്പീൽ എന്ന് പറയുക. ജയിൽ അപ്പീൽ കൊടുക്കും. അതിൻ്റെ മറ്റേ ഒരു കോടതി അങ്ങോട്ട് കൊല്ലാൻ വിളിക്കുമ്പോഴേക്കും അത് ലോവർ കോർട്ട് അത് ചെയ്യുന്നില്ല. ഹൈക്കോടതിയിൽ വീണ്ടും ട്രയലും കാര്യങ്ങളൊക്കെ നടന്നിട്ടൊക്കെ അത് പറ്റുള്ളൂ. അവർ നോക്കും ഇത് ശരിയാണോ, പല രൂപത്തിലും നോക്കും. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം നിലയ്ക്ക് അപ്പീൽ പോയില്ലെങ്കിൽ, സ്വന്തമായിട്ട് അപ്പീൽ നൽകാൻ കഴിയില്ലെങ്കിൽ ജയിൽ വകുപ്പ് തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റി ഒരു വകുപ്പുണ്ട്. അത് പ്രകാരം അപ്പീലിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നത് പലർക്കും അറിയില്ല. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് അടിപിടി കേസ് നടത്തിയാൽ ഞാൻ പ്രതിയായി, എൻ്റെ കയ്യിൽ 10 വയസ്സിൽ ഞാൻ പിച്ചക്കാരനാണ്. കോടതിയിൽ പോയിട്ട് വക്കീലിനെ വെക്കാൻ പറ്റുമോ? വക്കീലിനെ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് വക്കീലുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, വക്കീലില്ല. എന്നാൽ നിങ്ങൾക്കൊരു വക്കീലിനെ വെക്കാം. അങ്ങനെയാവട്ടെ. അപ്പോൾ നോക്കുന്ന ആരും കൈ ഉയർത്തും. അതാണ് നിങ്ങളുടെ വക്കീൽ കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു വർഗീസ് എന്നാണ്, നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടോളൂ. അപ്പോൾ നമ്മൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം ബന്ധപ്പെടും. ആലോചിച്ച് നോക്കണം. പണ്ട് ക്രൗൺ വക്കീൽ എന്നാണ് പറയുക, രാജാവിൻ്റെ വക്കീൽ. ഒരാളൊരു കുറ്റം ചെയ്തു എന്ന് തെളിയിച്ചാലേ അയാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയറി അയാൾ കുറേ ഇടിച്ചു എന്നും പറഞ്ഞ് ഭാര്യ വന്ന് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് വേണ്ടേ? അല്ലാണ്ട് അങ്ങനെ ചെയ്തു എന്നാൽ ശിക്ഷിക്കാന്നല്ല. അപ്പം അവർക്കൊരു വക്കീലിനെ ഏർപ്പെടുത്തും, നിയമ സുരക്ഷ ഏർപ്പെടും. പക്ഷേ വധശിക്ഷയുടെ കാര്യത്തിൽ അത് വളരെ വലിയ രൂപത്തിലാണെന്ന് അർത്ഥം. ഇതെല്ലാം കഴിഞ്ഞ് അപ്പീൽ നേരെ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ് പോകുന്നത്. അവിടെ ഡെത്ത് സെൻറ്റൻസ് റിവ്യൂ പെറ്റീഷൻ എന്നാണ് ഇതിന് പറയുക. ഡെത്ത് സെൻറ്റൻസ് റിവ്യൂ പെറ്റീഷൻ, DSR. അതായത് വധശിക്ഷയ്ക്ക് വിധിച്ച ആളുടെ റിവ്യൂ പെറ്റീഷൻ അവിടേക്ക് പോകും. അപ്പീൽ ഫയൽ ചെയ്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 70 വർഷമെങ്കിലും പിടിക്കും. 70 വർഷമല്ല, കുറേ സമയം പിടിക്കും, 6-7 വർഷമെങ്കിലും പിടിക്കും. അതൊന്നും അവിടെ കോടതിയിലെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഒരാളുടെ മുഖത്ത് ഞാൻ ഇടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ 14 വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും. വലിച്ചു നീട്ടി നാളെ നീട്ടി അവിടെയാണ്, അതാണ് ശിക്ഷ. അത് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ കോടതിയോട് പറയും, ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ കിടന്ന് നടക്കുക. അത് കോടതി ഞാൻ നടന്നതിന് ഒരു ശിക്ഷ നൽകിയില്ലെങ്കിൽ ഞാൻ നടന്ന് വേസ്റ്റ് ആവില്ലേ എന്ന് പറയുന്ന ഗതികേട്. അവസാനം ഈ 4-5 വർഷം കിടന്ന് നടന്ന് അവസാനം എന്തുണ്ടാവുന്നു? കോടതി വെറുതെ വിടും. ഞാൻ കോടതിയെ കളിയാക്കല്ല കേട്ടോ, കുറച്ചൊരു ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രം. കോടതിയെ ചോദ്യം ചെയ്യലല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ അപ്പീൽ ഫയൽ ചെയ്ത് 5-6 വർഷം അവിടെ പിടിക്കും. അത് കഴിഞ്ഞ ശേഷം ഹൈക്കോടതി വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരുപാട് പഠന റിപ്പോർട്ടുകൾ ആവശ്യമുണ്ട്. ഈ പ്രതിയുടെ കുടുംബ സാമൂഹിക സാഹചര്യം, ഇവരേതൊരു അധോലോക പാർട്ടികളാണോ? വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ കുടുംബത്തിൽ എന്താ ഉണ്ടാവുക? അവിടെ 3 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 4 കുട്ടികളുണ്ട്. ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു, അച്ഛനും അമ്മയും ഇല്ല. ഈ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലുന്ന 4 കുട്ടികളെയല്ല, പാവം കുട്ടികളെയല്ലേ? അതൊക്കെയും കോടതി നോക്കും. കോടതി കമ്പ്യൂട്ടറല്ല, അവിടെ ഇരിക്കുന്നത് മനുഷ്യനാണ്. അവിടെ ഇരിക്കുന്നത് ആ 4 കുട്ടികളെ ആണോ ഞാൻ ശിക്ഷിക്കേണ്ടത്? അതുകൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യും? ജീവപര്യന്തത്തിനാക്കും. വീണ്ടും അടുത്ത കോടതി വരുമ്പോൾ അത് 4 വർഷമാക്കും. അപ്പോൾ ഇവിടെ 4 വർഷം കിടന്നുണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് കോടതി ചെയ്യുക. കോടതിയിൽ മനുഷ്യന്മാരാ, കോടതിക്കൊരു മാനുഷിക ഭാവവുമുണ്ട് എന്നർത്ഥം. അങ്ങനെ അപ്പോൾ ഏതായാലും ആ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം എന്താണെന്ന് വിശദമായിട്ട് പഠിക്കണം. അത് സാമൂഹ്യ നീതി വകുപ്പ് അതിന് റിപ്പോർട്ട് നൽകണം. 1, കുറ്റവാളിയുടെ ജയിലിലെ സ്വഭാവം. ജയിലിൽ പോയിട്ട് ആദ്യത്തെ ഒരു ദിവസം, ഒരാഴ്ച, 1 മാസം, 2 മാസം, 3 മാസമൊക്കെ അവൻ ജയിലന്മാരെ കാണുമ്പോൾ നമസ്കാരം സാർ, ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെയും പറയും. എപ്പോഴും മറ്റേ ബി കോംപ്ലക്സ് ഗുളിക കിട്ടും മഞ്ഞ നിറത്തിൽ, അതിങ്ങനെ വെള്ളത്തിൽ ചാലിച്ചതിട്ട് പൊട്ടക്കി തൊടും. ഒരിക്കൽ പിടിച്ചു. അത് എവിടെ നിന്നാണ് ഈ പ്രസാദം കിട്ടിയത്? എവിടെ നിന്നാണ് കിട്ടിയാൽ പറയാം, ഗുളിക അരച്ച് ബി കോംപ്ലക്സ് ഗുളിക കൊടുക്കും, അതെടുത്ത് അരച്ച് അവൻ ചന്ദനായിട്ട് തൊട്ടിരിക്കുക. അപ്പോൾ നല്ല കുട്ടിയായിട്ട്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായി അവൻ്റെ മറ്റേ സാധനം പുറത്തേക്ക് വരും, പട്ടി നിവർത്തും. അപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് തരണം. ജയിലിലെ സ്വഭാവം, പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്ന ഒരാളാണോ, ഷോർട്ട് ടെമ്പേർഡാണോ, അത് നോക്കണം. പശ്ചാത്താപത്തിന് ആ ആൾക്കൊരു പശ്ചാത്താപമുണ്ടോ?
അങ്ങനെ പശ്ചാത്താപമുണ്ടെങ്കിൽ ആ ആളെ തിരുത്താൻ കഴിയുന്നൊരവസ്ഥയുണ്ടോ, അതിനുള്ള സാഹചര്യം ഉണ്ടോ, അതെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകണം. പിന്നെ ഈ കുറ്റവാളി അതിനെ അവർ പറയുന്ന ചില കാലഘട്ടങ്ങളിൽ പരിശോധിച്ച് പ്രത്യേക മെഡിക്കൽ സംഘം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. മെഡിക്കൽ സംഘത്തിൻ്റെ ആൾക്കാർ ഒന്ന് ഇയാൾ നിൽക്കുന്നത് എങ്ങനെയാ അറിയോ? വലിയ അസുഖം എനിക്ക് നോക്കി വന്നിട്ട് എന്താ കാര്യം, അതിനെ പുറത്തേക്ക് വിട്ടാൽ അതാണ് ഏറ്റവും വലിയ ശിക്ഷയാവുക. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ അത് വേറെ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് 39 എന്നാണ് പറയുക. ആ ഏജൻസിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ഈ റിപ്പോർട്ട് എന്താണ്? അപൂർവങ്ങളിൽ അപൂർവമാണ് കേസ് എന്ന് ഉറപ്പിക്കാനുള്ള നിയമവശം പരിഗണിച്ചുകൊണ്ടായിരിക്കും. അതുകൂടി ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. പിന്നെയും കെടുക്കാനായിട്ടോ കോടതികൾ. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചത് കൊണ്ടും കാര്യങ്ങളായില്ല. അതുകൊണ്ടും വധിക്കാൻ പോകുന്നൊന്നുമില്ല. കുറ്റവാളിക്ക് ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. സുപ്രീം കോടതി തീരുമാനം എതിരാകണമെങ്കിൽ പിടിയും പിടിക്കും 150 വർഷം. സുപ്രീം കോടതി തീരുമാനം എതിരായാൽ ആദ്യം ഗവർണർക്ക് പെറ്റീഷൻ കൊടുക്കാം, ദയാഹർജി കൊടുക്കാം. ഗവർണർ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം. അത്രയൊന്നും എത്തില്ല, ഈ കേസുകളൊന്നും അത്ര എത്തില്ല. 10-26 വയസ്സുള്ള പെൺകുട്ടിയാണ്, അവിടേക്കൊന്നും എത്തേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ മേൽക്കോടതി കീഴ്ക്കോടതി ചിലപ്പോൾ തലയമ്മ വെച്ച് കൊടുക്കും, എന്തായാലും പറഞ്ഞു ചീത്ത പറയൂര്. അപ്പം ഏതായാലും ഇതെങ്ങനെ അപൂർവങ്ങളാവുന്നെങ്കിൽ ചോദിച്ചാൽ ഒക്കെ ഉണ്ട്, അവനാ പോകുന്നത്. അപ്പം ഏതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ 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 ഉറപ്പായി. എന്തുറപ്പായി? രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളിയതിനെതിരെ തിരുത്തൽ ഹർജിയുമായിട്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. അവരും വലിച്ച് നീട്ടി അവിടെയും വധശിക്ഷ ശരിവെച്ചാൽ മാത്രമാണ് വധശിക്ഷയ്ക്ക് അവസാനത്തെ അംഗീകാരമാവുള്ളൂ. അതുവരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുട്ടിയാണെങ്കിൽ പോലും കണ്ടം സെല്ലിൽ അല്ലെങ്കിൽ ഒറ്റ ഏകാന്ത തടവിൽ ഒന്നും കിടക്കേണ്ട ആവശ്യം വരില്ല. മറ്റുള്ള തടവുകാരെ പോലെ ഇടും. കാലത്ത് 5 മണിക്ക് അവർ ലോക്കപ്പ് തുറക്കും, പുറത്തു വരാം. അവിടെ വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂർ, അതുപോലെ തന്നെ കണ്ണൂർ, ഇവിടെ എന്തായാലും പറയുക നമ്മളുടെ ഈ തിരുവനന്തപുരം വലിയ സെൻട്രൽ ജയിലുകളൊക്കെ നിരന്ന് പരന്ന് കിടക്കുകയാണ് സ്ഥലങ്ങൾ. അവർക്കവിടെ ക്യാരം ബോർഡ് കളിക്കാം, സിനിമകൾ കാണാം, പത്രങ്ങൾ വായിക്കാം. 10-20 പത്രങ്ങളാണ് അവിടെ വരിക. ഇതിൻ്റെ ഇടയിൽ പള്ളിയുടെ ആൾക്കാർ വരും, അവരുടെ പ്രാർത്ഥനകൾ എന്നിത്യാദി കാര്യങ്ങൾ വേറെ. 12 സദ്യയാണ്. നിങ്ങളുടെ വീട്ടിൽ കിട്ടും 12 സദ്യ. നമ്മുടെ നേഷൻ്റെ 3 സദ്യ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, ഓഗസ്റ്റ് 15, ക്രിസ്ത്യാനികളുടെ 3 സദ്യ, ഹിന്ദുക്കളുടെ 3 സദ്യ, അത് കഴിഞ്ഞ് പിന്നെ മുസ്ലിങ്ങളുടെ 3 സദ്യ, പിന്നെ നിരീശ്വരവാദികളുടെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം എന്ത് സദ്യ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ഇതെങ്ങനെ സ്വാമിക്കറിയാം? ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ. വിയൂർ സെൻട്രൽ ജയിലിൽ ഇടവിട്ട് വരും. അപ്പോൾ അവിടെ ഒരിക്കൽ ഒരു ആൻഡോ സാറുണ്ടായിരുന്നു, അങ്ങനെ പറയും, ദേ വീണ്ടും വന്നു. അല്ല, വിൽസൺ സാർ, ദേ വീണ്ടും വന്നു. എന്തൊരു കഷ്ടം നോക്കൂ. അതിനകത്ത് എൻ്റെ ഒരു ബന്ധുവുണ്ട്, ചന്ദ്രൻ സാർ എന്ന് പറയും, ചന്ദ്രേട്ടൻ. അപ്പം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേക പരിഗണന. അവിടെ ഒരു നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ ജയിലിൽ കിടന്നിരുന്നു, ഒരു നമ്പൂതിരിയാണ്. അപ്പം ഞാൻ എപ്പോഴും പുറത്താണ് എഴുതാനും പിടിക്കാനും ഒക്കെയും പറഞ്ഞിട്ട് അവർ ഞാൻ അപ്ലിക്കേഷൻ, അവിടെ ഒരു ഫോം ഉണ്ട്, അതുപോലെ ഞാൻ എഴുതി കൊടുത്താൽ മതി. നല്ലൊരു പരിഗണനയായിരുന്നു അവിടെ വെച്ചുള്ള കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ സദ്യക്ക് വരുന്ന സമയത്ത് പിന്നെ 3 ദിവസം, ഒരു ദിവസം ഇറച്ചി, ഒരു ദിവസം മുട്ട, ഒരു ദിവസം മീൻ. അതുകൊണ്ടാണ് ഈ അകത്ത് പോകുന്ന സമയത്ത് നമ്മൾ വടിവേലിൻ്റെ പോലെ അകത്ത് വരും, പുറത്ത് പോകും. അല്ലെങ്കിൽ ഇന്ദ്രൻ സേട്ടനില്ലേ, ഇന്ദ്രൻ സേട്ടൻ്റെ പോലെയായിരിക്കും ജയിലിൽ പോവുക. തിരിച്ചു വരുന്ന സമയത്ത് മോഹൻലാലിൻ്റെ പോലെ പുറത്തേക്ക് വരിക. കാരണം അതുപോലത്തെ വളരെ കൃത്യതയോടെയുള്ള ലൈഫാണ് അവിടെ ഉള്ളത്. അവിടെ പോകണം ശരിക്ക് ഒരു 6 മാസമെങ്കിലും ജയിലിൽ കിടക്കണം. നമുക്ക് ജീവിതത്തിനൊരു ചിട്ടവട്ടം വരും എന്നർത്ഥം.
ജീവിതശൈലി രോഗങ്ങളും നമ്മളെ ബാധിക്കില്ല. ജീവിതത്തിന് ചുറ്റും റെനി ജോർജ് അതാ പറഞ്ഞത്, ഒരിക്കൽ ജയിലിൽ പോകാത്തവൻ നല്ല മനുഷ്യനല്ല, വീണ്ടും ജയിലിൽ പോകുന്നവരും നല്ല മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും മറ്റുള്ള തടവുകാരൊപ്പം തന്നെയായിരിക്കും ഈ ഗ്രീഷ്മ അടക്കമുള്ള ആൾക്കാരവിടെ കഴിയുക. മറ്റുള്ള ആൾക്കാരുടെ ഇടകലർന്ന് കഴിയാം, അവരൊപ്പം ഭക്ഷണം കഴിക്കാം, അവർക്ക് ജോലി കിട്ടും. ജോലി കല്ലുടയ്ക്കൽ ജോലി മാത്രം സിനിമയിൽ, അവിടെ ഒരു കല്ലുടയ്ക്കലും ഇല്ല. അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് MLAയുടെയും MP അടുത്ത് പോയിട്ട് അവരെ കൊണ്ട് പറയണം, നമ്മളൊരു കുട്ടി അവിടെ അകത്ത് എടുക്കേണ്ടതിന് ജോലി കൊടുക്കണം കേട്ടോ. ജോലി കിട്ടുന്നതാണ് സുഖം. അവിടെ അടുക്കളയിലേക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പാചകം ചെയ്യുന്ന സാധനങ്ങൾ കുറേശ്ശെ വായിലിട്ട് ടേസ്റ്റ് നോക്കിയാൽ മതി, വയറ് നിറയും. അപ്പം അതങ്ങനെ നമ്മൾ ജയിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളീയരാണ് ജയിലർ, നമ്മുടെ കേരളീയരാണ് ജയിൽ വാർഡന്. അവിടെ പോയി ഉടനെ തന്നെ കാലത്ത് 3 അടി, ഉച്ചയ്ക്ക് 4 അടി, വൈകുന്നേരം ആകുമ്പോൾ ഒരു 10 അടി, അങ്ങനെയൊന്നുമില്ല. കയറി ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നൊരു വാക്കുണ്ട്, എന്താ പേര്? രമേഷ് എന്നാ പേര്. രമേഷ് എന്തിനാ ഇവിടെ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവിടെ അവരെ കൊന്നു, ഇവരെ കൊന്നു, അവർ തള്ളിയോ, ബാങ്ക് കൊള്ള ചെയ്തെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാം. ഇവിടെ കൂട്ടുകൂടാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നടക്കരുത്. മനസ്സിലായോ? ഇത് സന്തോഷകരമായിട്ട് നിങ്ങൾ ഈ ജീവിതം അവസാനിപ്പിക്കുക, അതിനെല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരാം. ഇതാണ് കേരളത്തിലെ ജയിൽ. അയ്യോ, അപ്പോൾ ഏതായാലും മറ്റുള്ള കുറ്റവാളികൾക്കൊപ്പം അവിടെ കഴിഞ്ഞുകൂടുന്നു. ഈ ഒരു പരിഗണന വധശിക്ഷ 100% ഉറപ്പായിട്ട് വിധിച്ച് റിവ്യൂ ഹർജിയും തള്ളിക്കഴിഞ്ഞാൽ ആ പരിഗണന അവസാനിപ്പിക്കും. പിന്നെ വധശിക്ഷ കണ്ട സെല്ലിലാണ് പിന്നെ പാർപ്പിക്കുക, ഏകാന്ത തടവറയിലായിരിക്കും. പിന്നെ മരണത്തിലേക്കുള്ള നാളുകൾ ആണ്, പിന്നെ അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കും. ആ സമയത്ത് അവർക്ക് ഒരു പ്രത്യേക പരിഗണനയൊക്കെയുണ്ട്. സ്വന്തം വീട്ടുകാരെ കാണാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ഇടാം, അവിടുത്തെ വസ്ത്രമൊന്നും വേണ്ട. കാരണം അത് വലിയൊരു മാനസിക അവസ്ഥയാണ് വാസ്തവത്തിൽ. എത്ര വലിയ കുറ്റം ചെയ്ത ആളാണെങ്കിലും അദ്ദേഹത്തിന് അടുത്ത 16-ാം തീയതി വധശിക്ഷ. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എന്നോട് ഈശ്വരൻ എന്ന് പറയാ, എടാ സ്വാമി, നിൻ്റെ മാർച്ച് 30-ാം തീയതി ആണ് കേട്ടോ നിൻ്റെ മരണ ഡേറ്റോ. ഞാൻ പിന്നെ ഇതിങ്ങനെയാവും. ചിലപ്പോൾ മാർച്ച് 30-ന് മുമ്പ് ഞാൻ മരിക്കാനുള്ള ദിവസമായിരിക്കും. പക്ഷെ അത് അറിയുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ മാർച്ചിൽ അടുത്ത വർഷം മാർച്ചാണെങ്കിൽ പോലും എൻ്റെ പണി തീർന്നു. അപ്പോൾ ഈ മരണത്തിൻ്റെ ദിവസം ഒരാളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ അത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. അയാൾക്ക് എഴുതി വെച്ച് നിങ്ങളോട് പറയാൻ പോലും പറ്റില്ല, അത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാളെ സമാധാനിപ്പിക്കുക, അയാൾക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ കൊടുക്കുക, നല്ല ആഹാരം കൊടുക്കുക, ആരൊക്കെയും കാണണമോ അവരെയും കാണാൻ അനുവാദം കൊടുക്കുക, പ്രാർത്ഥിക്കാനുള്ള അനുവാദം കൊടുക്കുക. ഇതൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. കേരളത്തിൽ കണ്ണൂർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ, തൃശ്ശൂരില്ല, അവിടെയാണ് തൂക്കിലേറ്റാനുള്ള സംവിധാനമുള്ളത്. 1978 എത്ര വർഷം എന്ന് ആലോചിച്ച് നോക്കണം. 20, 45 വർഷങ്ങൾക്ക് മുൻപാണ് 1978 അളകേശൻ എന്ന ആളെ തൂക്കിലേറ്റിയിട്ടുള്ളത്. അതാണ് പൂജപ്പുരയിൽ അവസാനം നടന്ന വധശിക്ഷ. 1991 ജൂലൈ 6 റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞ കൊലപാതകിയെ കണ്ണൂരിൽ വെച്ച് തൂക്കിലേറ്റിയത്. അതിനുശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കി കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നത്തെന്നറിയാമോ? പിന്നെ തൂക്കിലേറ്റാനുള്ള ആളെ അന്വേഷിച്ച് നടക്കണം. പക്ഷെ ഇപ്പോൾ പിന്നെ അത് ജയിലിനകത്തുള്ള ആൾക്കാർക്ക് തന്നെ അതിനെക്കുറിച്ച് വെറുതെ പോയിട്ട് കയറിയിടല്ലേ. അതൊക്കെ അവിടെ മൈസൂരിട്ട് വരും. ഇവിടെ ഇതെന്തായി കാണിച്ചാലും ചോദിക്കും. അപ്പോൾ അത് ഇവിടെ എന്ത് മെഡലോളം കെട്ടിയോ അത് തകരുന്ന രീതിയിലൊക്കെയുള്ള കെട്ടുകൾ, അതിൽ പല നോട്ട് എന്ന് പറയുന്നത് കെട്ടുകൾ. അപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ. അവിടെ വധശിക്ഷ നടപ്പാക്കുമ്പോൾ ഡോക്ടർമാരുണ്ടായിരിക്കും, എക്സ്പെർട്ടുകൾ ഉണ്ടായിരിക്കും, സെഷൻസ് ജഡ്ജി ഉണ്ടായിരിക്കും. അപ്പോൾ തോന്നിയ പോലെ അവിടെ കാണിക്കാൻ പറ്റില്ല. ഏതായാലും ഇപ്പം അങ്ങനെ ആരാച്ചാരഞ്ഞൊരു തസ്തിക പോലും എന്തിനത് 45-50 വർഷം കൊണ്ട് ഒരാൾ തൂക്കി കൊന്നാലായി. അതുകൊണ്ട് അങ്ങനെ തസ്തിക പോലും ഇല്ല എന്നർത്ഥം. അവിടെ ജയിൽ ജീവനക്കാരായിരിക്കും ചിലപ്പോൾ 5 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത് അടുത്ത ആളെ തൂക്കി കൊല്ലാൻ. കാരണം എന്താണെന്ന് അറിയാമോ? എത്രയായാലും തൻ്റെ കൈകൊണ്ടല്ലേ ഈ കെട്ടിടുന്നതും ലിവർ വലിക്കുന്നതും. എന്തിനേറെ ഈ ജഡ്ജി പോലും ഇപ്പോഴും നടമാടണമെന്ന് അറിയില്ല. തൂക്കി കൊല്ലാൻ വിധിച്ച് ഒപ്പിടുന്ന ആ പേന കുത്തി ഉടയ്ക്കുന്ന പറയുന്നത്. ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യക്കൂട്ടം ഒരു മനുഷ്യനെ നിന്നെ തൂക്കി കൊല്ലാൻ പോവുകയാണെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ജീവൻ കൊടുക്കാൻ പറ്റാത്തവരാണ് ജീവൻ എടുക്കുന്നത്. അപ്പം അവർക്കൊരു മാനസിക വ്യതയുണ്ടായിരിക്കും.
മനസ്സിനകത്തൊരു കലക്കലുണ്ടായിരിക്കും. അതിനോട് അപ്പം തന്നെ ആ പേന കുത്തി ഒടിക്കുന്ന പറയുന്നത്. ഈ പേന കുത്തി ഒടിക്കുന്ന സമയത്ത് അപ്പം തന്നെ അദ്ദേഹം എണീക്കും, അവിടെ നിന്ന് ഇറങ്ങിപ്പോവും, വക്കീലന്മാരും ഇറങ്ങിപ്പോവും. ഒരു തരം ശൂന്യത അനുഭവപ്പെടുന്ന പറയുന്നത്. എന്തായാലും ഗ്രീഷ്മയെ തൊട്ടാൻ കഴിയില്ല. കാരണം എന്താണ്? ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും ഇതാണ്, ഒഴിഞ്ഞു പോകൂ എന്ന് പറഞ്ഞിട്ട് പോലും ഒഴിഞ്ഞു പോകാത്ത രീതിയിലുള്ള നീരാളിപ്പെടുത്താം. അത് ആ കുട്ടി പറയുന്നതാണ്. അതാണ് ശരിയെങ്കിൽ ഒരു നാട്ടുമര്യാദ അനുസരിച്ച് നമ്മളെന്താ പറയുക, ഇങ്ങോട്ടിടിച്ച് അങ്ങോട്ട് 2 ഇടി വെച്ച് കൊടുക്കണം. ആ ഒരു മര്യാദ വെച്ച്, ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ച നിയമവശം നോക്കിയിട്ടല്ല പറയുന്നത്. ആ കുട്ടിയുടെ കരിയർ മേലോട്ട് ഉയർന്നു പോകുന്നു, ഇവൻ അതിൻ്റെ ഒപ്പം വരുന്നില്ല. സ്വാഭാവികമായിട്ട് ആ കുട്ടി നല്ലൊരു കല്യാണം വന്നു, ആ കല്യാണമായിട്ട് ആ കുട്ടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ പറയാണ്, എടാ എനിക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, നീ വല്ലതും കല്യാണം കഴിച്ചു, നീ നന്നായിരുന്നാൽ മതി, എനിക്ക് അതേ മോഹമുള്ളൂ എന്ന് പറയുന്നതിന് പകരം ഏതായാലും ആ കുട്ടിക്ക് ഇതുവരെ ആയിട്ടും അയ്യോ പത്തൊന്നും നിലവിളി ഉണ്ടായിട്ടില്ല. ജയിലിൽ പോയിട്ട് അച്ഛനും അമ്മയും കാണാൻ പോയിട്ട് പോലും അവർ നിലവിളിക്കുന്നു, ഈ കുട്ടി നിലവിളിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ശിക്ഷ ഏൽക്കണമെങ്കിൽ, നമ്മൾ കല്ലെടുത്തെറിഞ്ഞു, ആ കല്ല് ഈ വഴിക്ക് പോയാൽ ആ കുട്ടിക്ക് വേദന ഉണ്ടാവും, ഈ വഴിക്ക് പോയാൽ വേദന ഉണ്ടാവും, നിറന്തലയിൽ കൊള്ളണം, മനസ്സിൽ കൊള്ളണം ശിക്ഷ. എന്നാലാണ് ആ ശിക്ഷ അനുഭവമായിട്ട് വരുള്ളൂ. അത് ഗ്രീഷ്മയുടെ കാര്യത്തിൽ സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോഴും ഗ്രീഷ്മയെ ശിക്ഷിക്കാൻ കഴിയില്ല. പിന്നെ നിയമപരമായിട്ട് ചിന്തിക്കുമ്പോഴും ഇതുവരെ നടന്ന കാര്യങ്ങളുമായിട്ട് വിലയിരുത്തുമ്പോൾ വക്കീൽമാരെല്ലാം പറഞ്ഞത് അത് ഹൈക്കോടതിയിൽ പോകുമ്പോൾ അത് ജീവപര്യന്തമാക്കും എന്നാണ് പറഞ്ഞത്. നമസ്കാരം.